വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലോക പയറുദിനം ആചരിച്ചു. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ പി രാജി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലോക പയറുദിനം അതിവിപുലമായി ആചരിച്ചു. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ പി രാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് പയറുവർഗ വിളകൾ മനുഷ്യന്റെയും മണ്ണിന്റെയും ആരോഗ്യ പരിപോഷണത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. അതായത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ പയറുവർഗ വിളകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പ്രോട്ടീൻ്റെ ഒരു വലിയ സ്രോതസ്സാണ് പയറുവർഗം. നമുക്ക് മാംസാഹാരത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആഹാര പദാർത്ഥമാണ് പയറുവർഗ വിഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഈ പയറുവർഗ്ഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഈ മണ്ണിന്റെ പോഷക പരിപാലനത്തിലും പയറുവർഗ്ഗ വിളകൾക്ക് ഒരുപാട് പങ്കുണ്ട്. നമുക്കെല്ലാം അറിയാം, അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് മണ്ണിൽ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തീർക്കാനുള്ള കഴിവ് ഈ പയറുവർഗ്ഗ വിളകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിന്റെ ജൈവഘടനയെ അതുപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൽ, നമ്മുടെ മണ്ണിന് ഫലപുഷ്ടമായി കാത്തു സൂക്ഷിക്കുന്നതിനും പയറുവർഗ്ഗ വിളകൾക്ക് ഒരുപാട് വലിയ പങ്കാണുള്ളത്. പ്രൊഫസർ ഡോക്ടർ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ തുളസി, ഡോക്ടർ സുമയ്യ, ഡോക്ടർ ബിജി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകർക്കായി കാർഷിക സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. നേഷ്നി വിജയൻ, ഡോക്ടർ പുരുഷോത്തമൻ, ഡോക്ടർ കെ കാർത്തികേയൻ, ഡോക്ടർ ലക്ഷ്മി എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി, പയർവർഗ വിത്തുകൾ ഉപയോഗിച്ചുള്ള ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കാർഷിക ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി പയറുവർഗ വിത്തുകൾ ഉപയോഗിച്ച് മാതൃകാ നിർമ്മാണം, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളും നടത്തി. പയറുവിളകൾ മണ്ണിന്റെയും മനുഷ്യന്റെയും പരിപോഷണത്തിന് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പ്രദർശനം ഏറെ ശ്രദ്ധ നേടി. വിവിധ പയറുവർഗ വിത്തുകളും വിളകളും, വിളകളിലെ രോഗങ്ങൾ, കീടങ്ങൾ, കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന വിത്തിനങ്ങൾ, പോസ്റ്ററുകൾ, മാതൃകകൾ എന്നിവ പ്രദർശനത്തിന്റെ ഭാഗമായി നടന്നു. അതിനോടനുബന്ധിച്ച് നടത്തിയ പയർ വിഭവങ്ങളുടെ ഭക്ഷ്യമേള ഏറെ മികച്ചതായിരുന്നു.